ദോശയ്ക്കും ഇഡ്ഡലിക്കും പറ്റിയൊരു ചമ്മന്തി. ഇതിലേക്ക് ഞാൻ കപ്പലണ്ടി എണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇത് കളറ് മാറുന്നവരെ ഇത് വാട്ടാം. ഇപ്പം ഇത് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് കോരിയെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഞാൻ കൊണ്ടാട്ടം മുളകാണ്, അത് 2-3 ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ കൊണ്ടാട്ടം മുളകിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. സവാള അത് തീരെ കനം കുറച്ച് അരിഞ്ഞിരിക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് നല്ലപോലെ മൊരിയണം. ഇപ്പം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി കോരിയെടുക്കുക. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 2 തക്കാളി ഞാൻ മുറിച്ചിട്ടുണ്ട്. അത് വേവിക്കാൻ വയ്ക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് മറിച്ചും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കണം, ആറി കഴിഞ്ഞിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തൊന്ന് ആ മുളക് പൊടി ചൂടാക്കാൻ മാത്രമേ നമ്മളെടുത്ത് വെച്ചിരുന്ന സവാള, വെളുത്തുള്ളി, മുളകെല്ലാം പൊടിച്ച് മുളക് ഇങ്ങനെ പൊടിച്ചിട്ടാൽ മതി. ഇങ്ങനെ ഇട്ട് ഇനി ഇതൊന്നും നന്നായിട്ട് ആറുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതിനെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇതാറിയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതിനെ ആ മുളകിനെയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇവിടെ നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടണം. നമ്മൾ മറ്റേ മുളക് ചേർക്കണതുകൊണ്ട് ഉപ്പുണ്ടാവും. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം ഉപ്പിടാൻ.